ഹായ് എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മളെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി കുറച്ച് പേരും കൂടി സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ നമുക്കൊരു 1000 സബ്സ്ക്രൈബേഴ്സ് ആയനായിരുന്നു. നിങ്ങളെല്ലാവരും കാണുന്ന എല്ലാവരും നമ്മളെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്ന് നമ്മൾ ഓട്ടം പോകുന്നത് കൊടുങ്ങല്ലൂരിനടുത്ത് കൊമ്പത്ത് കടവ് എന്ന് പറയുന്നൊരു സ്ഥലത്താണ് കേട്ടോ. നമ്മൾ ഈ ഭാഗത്തോട്ട് അങ്ങനെ വരാറില്ല. ഇന്ന് നമുക്ക് ഓട്ടം ഉള്ളത് കാരയിലുള്ള ജോഷി ചേട്ടൻ്റെ ഓട്ടമാണ്. അപ്പോൾ ജോഷി ചേട്ടൻ്റെ അടുത്തുള്ള ആളുടെ സ്ഥലമാണ് ഇവിടെ. അപ്പോൾ ഇവിടെ വന്ന് ഇപ്പോൾ 2 ദിവസമായി ഇവിടെ വരുന്നത്. ഒരു ദിവസം വിറക് കൊണ്ടുപോയി, അങ്ങനെ ഒരു ദിവസം ഇപ്പോൾ കട്ടൻസ് കയറ്റാൻ വേണ്ടി വന്നേക്കാണ്. അപ്പോൾ നമ്മളെ പണിക്കാർ ലോഡ് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. ഇന്നത്തെ പണിക്കാർ ഉള്ളത് സജി ഇടുക്കി, പിന്നെ ഉള്ളത് ബിബിൻ, പിന്നെ വിജേഷ്, പിന്നെ ഉള്ളത് ജോഷി ചേട്ടൻ. അപ്പോൾ ഇവരുടെ ലോഡ് കയറ്റുന്ന വീഡിയോ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സാധാരണ അവർ കുറേയൊക്കെ വണ്ടിയുടെ അടുത്ത് അടുപ്പിച്ചിട്ടുണ്ടാവും. കുറച്ചൊക്കെ നമ്മൾ വരുമ്പോൾ വലിയ തടിയൊക്കെ ആണെങ്കിൽ നമ്മൾ വരുമ്പോൾ വണ്ടിയിലേക്ക് നേരിട്ട് കൊണ്ടടിക്കുക എന്നൊരു സെറ്റപ്പിലാണ് ചെയ്ത് ചെയ്യുക. അപ്പോൾ ഇന്ന് ജോഷി ചേട്ടൻ്റെ കൈ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നിന്ന് ലോഡ് കയറ്റിയപ്പോൾ കൈ ഒരു ജസ്റ്റ് ഒന്ന് ഇറങ്ങി, ഒരു എല്ലിന് ഡാമേജ് പറ്റിയിട്ട് ചെറിയതായിട്ട് പ്ലാസ്റ്റർ ഇട്ട് വെച്ചേക്കണതാണ്. അപ്പം എൻ്റെ കൈയും ഇതേപോലെ തന്നെ ചെറിയ പ്രശ്നമായിട്ടിരിക്കുന്നു. അതുകൊണ്ട് സഹായിക്കലൊക്കെ ഇച്ചിരി കുറവാണ്. അല്ലെങ്കിൽ നമ്മളും ഇവരൊപ്പം പണിക്ക് നിൽക്കാറുണ്ട്. അപ്പോൾ നമ്മളൊരു ജസ്റ്റ് തൊട്ടും തലോടിയൊക്കെ നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരും കൂടുതലും ഈ ടൈപ്പ് വീഡിയോകളായിരിക്കും. തടി ലോഡിങ്, തടി അറക്കൽ, അല്ലെങ്കിൽ എംസാൻഡ്, മെറ്റൽ, അങ്ങനത്തെ ഒക്കെ ലോഡിങ് വീഡിയോകളായിരിക്കും നമ്മളെ ചാനലിൽ ഉണ്ടാവുക കേട്ടോ. സജിമോനും വിജീഷും കൂടി തടി കൊണ്ടുവരുന്നതാണ്. കുറച്ച് അകലന്ന് കൊണ്ടുവരാനുണ്ട്. ഏകദേശം ഒരു 150-200 മീറ്ററോളം ചുവന്ന് കൊണ്ടുവരാനുണ്ട്. അതാണ് കൂടുതൽ പ്രശ്നമുള്ളത്. ഒറ്റയ്ക്ക് ചോക്കാവുന്ന തടിയേ ഉള്ളൂ, പക്ഷെ ഇത്രയും ലോങ് ആകുമ്പോൾ ചുവന്ന് നടന്നു വരുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ക്ഷീണിക്കും. അപ്പം അതുകൊണ്ട് രണ്ടുപേരൊക്കെ വെച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പം നമ്മൾ കൊണ്ടുപോയ തടി ഏകദേശം എന്താ പറയുക, കശുമാവ്, അതേപോലെ വേറെ ഉമ്മത്തുംകായ, അങ്ങനെ എന്താ പറയുന്നൊരു അതിൻ്റെ ഒരു തടി, പിന്നെ മാവ്, അങ്ങനെ ഉള്ള കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നത്. പക്ഷേ മരം വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, വെയിറ്റ് കുറവായിരുന്നു എല്ലാത്തിനും. കശുമാവിൻ്റെ തടിക്കൊക്കെ കനം കുറവാണ്. 3400 ഉണ്ടായിരുന്നുള്ളൂ. വെച്ചാൽ ഇത്രയും തടി തോന്നുമെങ്കിലും ലോഡ് കുറവായിരുന്നു. അപ്പോൾ നമ്മൾ